ജി.വി. പ്രകാശ്, ഐശ്വര്യ രാജേഷ് സ്റ്റാർ OTT റിലീസ് ചെയ്ത പുതിയ സിനിമയാണ് ഡിയർ. നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഡിയർ പറഞ്ഞ ദീപിക അർജുൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ്. സോ എല്ലാവരും ഗുഡ് നൈറ്റ് സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അതിലിങ്ങനെ നായകന് കൂർക്കം വലി, നായികയ്ക്ക് ഉറക്കം പോകും. നേരെ തിരിച്ച് നായികയ്ക്ക് കൂർക്കം വലി, നായകന് ഉറക്കം പോകും. സോ ഗുഡ് നൈറ്റ് ഇമോഷണൽ കണക്ഷനും കോമഡിയും ഫീൽ ഗുഡിന്റെ ഒരു എപ്പിറ്റോമും കാണിച്ചെന്ന ഒരു പടമാണെങ്കിൽ ഇത് നേരെ തിരിച്ചാൽ ഫീൽ ബാഡിന്റെ ഒരു എക്സ്ട്രീം ലെവൽ അങ്ങോട്ട് കാണിച്ചു മനുഷ്യൻ വെറുപ്പിച്ച് അങ്ങോട്ട് കൊല്ലും. സോ ഇതിൽ ചില ഇമോഷണൽ സീൻസ് ഉണ്ട്. ഇമോഷണൽ വർക്ക് ആയിട്ടുള്ള കോമഡിയിൽ ഒന്നുമില്ല. എന്ന് പറയുക ദീപ്സ് അങ്ങനെ ചെയ്യല്ല. ദീപ്സ് കണ്ടാൽ തന്നെ വെറുപ്പിക്കലാ തോന്നുന്നത്. 1.5 മണിക്കൂറിൽ തീരാവുന്ന വലിച്ചു നീട്ടി 2.5 മണിക്കൂറോളം ഉണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ജി.വി. പ്രകാശ് എന്തിനാ ആഴ്ചയ്ക്ക് ഇങ്ങനെ ബോംബ് പടച്ചു വിടുന്നതാണ്. ഏറ്റവും കൂടുതൽ ബോംബ് പ്രൊഡ്യൂസ് ചെയ്ത ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കയറാൻ ആ അടിപൊളി ഒരു മ്യൂസിക് ഡയറക്ടറിൽ ആ പണി ചെയ്താൽ പോലെ. അല്ലെങ്കിൽ നല്ല കഥകൾ മാത്രം എടുക്കുക, എല്ലാ ആഴ്ച ഓരോ ബോംബ് അങ്ങോട്ട് പടച്ചു വിടും. ഐശ്വര്യ രാജേഷും സെയിം ആണ്. ഐശ്വര്യ രാജേഷ് സാധാരണ അടിപൊളി സ്ക്രിപ്റ്റ് ആണ് എടുക്കുക. ഇപ്പൊ വീണ്ടും എഗൈൻ ശങ്കരനാഥ കോക്കനട്ട് ട്രീ പോലെ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ടില്ല വെച്ചാൽ ഗുഡ് നൈറ്റ് ഒന്നും കൂടി ഇരുന്ന് കാണാതെ ഞാൻ പറയുള്ളൂ. ഇത് വേണമെങ്കിൽ കാണാം, സമയം ഉണ്ടെങ്കിൽ കാണണം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.